ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും അതിന് മനസ്സിന് വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നിങ്ങളോട് എല്ലാവരോടും എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇന്നു മുതൽ അത്തരം. അങ്ങനെ 2 ദിവസത്തെ കടിപിടികൾക്ക് ശേഷം മുഖ്യമന്ത്രി കസേരയ്ക്ക് ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന അഭിപ്രായമുള്ളവർ എത്ര ആളുകളുണ്ട്? VD സതീശൻ മുഖ്യമന്ത്രി ആവണം എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഡൽഹിയിൽ നടന്നിട്ടുള്ള മീറ്റിങ്ങിനൊക്കെ ശേഷം ഇപ്പോഴും ഒഫീഷ്യലായിട്ടാണ് അനൗൺസ് ചെയ്തിട്ടില്ല ആരാണ് മുഖ്യമന്ത്രി എന്ന്. അപ്പം 3 പേരും രമേശ് ചെന്നിത്തല, VD സതീശൻ, അതുപോലെ KC വേണുഗോപാൽ, ഇവരെ 3 ഇരുത്തിയിട്ട് ഉള്ള മീറ്റിങ്ങിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മീറ്റിങ്ങിൽ വാശിയേറിയ മീറ്റിംഗ് ആയിരുന്നു. 3 പേരും കട്ടയ്ക്ക് നിന്നു എന്നാണ് പറയുന്നത്. 3 പേരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. KC വേണുഗോപാൽ ആയിക്കോട്ടെ, VD സതീശനായിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ. ഈ KC വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇവർ രണ്ടും ഇതിന് മൽപ്പിടുത്തം പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? VD സതീശൻ നിലപാട് വ്യക്തമാക്കിയതിൽ എന്താണ് തെറ്റ്? VD സതീശൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ കാര്യം എന്താണ്? എന്നെ CM പോസ്റ്റിലേക്ക് എനിക്ക് അവസരം തന്നില്ലെങ്കിൽ, കഴിഞ്ഞ 5 കൊല്ലം എവിടോ കടന്ന് UDFനെ നിങ്ങൾ തന്നെ ആ ഒരു പദവി കൊണ്ടിട്ട് നിങ്ങൾ എന്നെ പ്രതിപക്ഷ നേതാവാക്കി ജനങ്ങളിലേക്ക് ഇറക്കി, എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാവുന്ന അത്രയും പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു, കോൺഗ്രസ്സിന് അത്രയും നല്ലൊരു വിജയം ഞാൻ നേടി എടുത്ത് എനിക്ക് ഒരവസരം തന്നില്ലെങ്കിൽ പറവൂര് നിങ്ങൾ തിരിച്ചെടുത്തു, എനിക്ക് ഒരു മന്ത്രിസഭയും വേണ്ട, നിയമസഭയിലേക്ക് ഞാൻ ഇല്ലെന്ന് VD സതീശൻ്റെ നിലപാട് വ്യക്തമാക്കി. അത് ന്യായം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങാരെ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ഓരോ ആളുകളും UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ MLA-മാരെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ആണ് അല്ലേ? ഇന്ന് 63 MLA-മാരിൽ 46 MLA അല്ലെങ്കിൽ 50 MLA VD സതീശനെതിരെ നിന്നു KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരൊരു കാര്യം മനസ്സിലാക്കണം. ആ MLA-മാർ ജയിക്കാനെ കൊണ്ട് അതിൻ്റെ പുറകിൽ VD സതീശൻ എന്നൊരു വ്യക്തിയുടെ വിയർപ്പുള്ള കാര്യം മറക്കരുത്. എന്തിനു പറയുന്നത്? സണ്ണി ജോസഫ് വരെ കൂടെ നടന്ന് പുള്ളിയെ തഴഞ്ഞില്ലേ? നമ്മൾ ആ പേപ്പറിനകത്ത് കണ്ടതാണ്. സണ്ണി ജോസഫ് വരെ ഈ പറഞ്ഞിട്ടുള്ള KC വേണുഗോപാലിനാണ് വോട്ട് ചെയ്തേക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ട് അധികാരം ചോദിക്കുന്നതിലൊരു അന്തസ്സൊക്കെ ഉണ്ടല്ലേ? ഇതെന്തുവരെ ഒരു നാണവും മാനവും ഇല്ലാത്ത, വല്ലവനും കടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് 5 കൊല്ലം പേപ്പട്ടിയെ പോലെ കടന്ന് പണിയെടുത്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള CPM-ൻ്റെ വായിരിക്കുന്നതും കേട്ട് സൈബർ അറ്റാക്കും നേടിയിട്ട് കണ്ടവൻ്റെ തെറിവിളിയും പേടിച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി കസേര ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അവഗണന തന്നെയാണ് ഇതിനകത്ത്. ഈ പുറകിൽ നിന്നുള്ള കളി, മുമ്പിലിറക്കി കളിയുണ്ടല്ലോ, എല്ലാം കഴിയുമ്പോഴത്തേക്ക് അയാളെ പിടിച്ച് പുറകിലോട്ടിട്ട് പോവുക, ആ ഒരു പരിപാടിയാണ് ഇവിടെ കണ്ടത്. എന്തായാലും ഈ മീറ്റിങ്ങിനൊക്കെ ശേഷം VD സതീശനും രാഹുൽ ഗാന്ധി പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഓരോ ജില്ലകളിൽ നടക്കുന്ന പ്രതിഷേധം VD സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് KCക്കെതിരെ നടക്കുന്ന പ്രതിഷേധം നിൽക്കണമെങ്കിൽ നിങ്ങൾ 3 പേർക്കും ഒരു പ്രശ്നമില്ല, ഒത്തൊരുമിച്ച് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്കെതിരെ നടക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രതിഷേധങ്ങളൊക്കെ നിർത്തണമെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഇവരെ 3 പേരും പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തീരുമാനം രാഹുൽ ഗാന്ധിയും ഈ പറഞ്ഞിട്ടുള്ള ഹൈക്കമാൻഡൊക്കെ ഇവരുമായിട്ട് സംസാരിച്ചതിൽ നിന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും. അത് ഉടനെ തന്നെ ഉണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നത് VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി, അതിനകത്ത് സംശയമില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ഇതിനു മുമ്പ് രാജസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള അനുഭവം, KC എവിടെയൊക്കെ മുടിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ അനുഭവം വെച്ചിട്ട് ജനങ്ങളുടെ ജനരോഷം, ജനങ്ങൾ എന്താണ് ഇവിടെ പറയുന്നത്, കേരളത്തെ പറ്റിയിട്ട് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, കേരളത്തിലെ ജനങ്ങളുടെ വികാരം എന്താണോ അത് മനസ്സിലാക്കിയിട്ട് VD സതീശന് തന്നെ ഇവിടെ CM കസേര രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. നമുക്കൊരു 80%, 85 വോട്ട്, 99% വിശ്വസിക്കാം. അങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്നാണ് എൻ്റെയും വിശ്വാസം. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഇവിടെ KC വേണുഗോപാലിന് CM പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പിച്ചു അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ UDF കേരളത്തിൽ ഇല്ല എന്ന് ആ ഒരു
വാസ്തവം രാഹുൽ ഗാന്ധിക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള വി ഡി സതീശന് വേണ്ടി എത്ര ജനങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള പൊതുനിരത്തിലിറങ്ങി സമരം ചെയ്തിട്ടുള്ള, പ്രതിഷേധം ചെയ്തിട്ടുള്ളതെന്ന് ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവുന്നതാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധി ഇട്ടേക്കുന്ന എല്ലാ പോസ്റ്റുകളടിയിലും വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. എല്ലാ കമൻറ്റുകളും വി ഡിയെ സി എം ആക്കുക എന്ന കമൻറ്റുകളാണ്. ഓക്കെ, എന്തായാലും ഞാനിവിടെ പ്രതികരണം വയ്ക്കാം. ഓരോ ആളുകളും പ്രതികരിക്കുന്നുണ്ട്. വി ഡി സതീശൻ പ്രതികരിക്കുന്നുണ്ട്, അതുപോലെ രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നുണ്ട്, കെ സി വേണുഗോപാൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആളുകളെ പ്രതികരണം ഒന്ന് കണ്ടുപോകാം. എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് എല്ലാ പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാവിജയമാണ്. പിന്നീട് ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ, ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കൽ, കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും അതൊരു മനസ്സിന് വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നിങ്ങളോട് എല്ലാവരോടും, എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇന്നു മുതൽ അത്തരം ഒരു പ്രവർത്തികളും ചെയ്യരുത്. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. നാളത്തേക്ക് അത് ഉണ്ടാകരുത്. ഇനി ഒരു സ്ഥലത്തും ഒരു പ്രകടനം പോലും നടത്തരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഞങ്ങളെല്ലാവരും, ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. KPCC പ്രസിഡന്റ് നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും പറഞ്ഞതിനെ ഞാൻ എൻക്ലോസ് ചെയ്യാണ്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ മുഖ്യമന്ത്രി ആയി കാണണമെന്നാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ്, നിങ്ങളെ നിലപാടുകൾ കണ്ടുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ഓരോ ആളുകളും UDFന് വോട്ട് ചെയ്ത് 102 സീറ്റ് മേടിച്ച് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളെന്നൊരു മനുഷ്യനെ കണ്ടിട്ടാണ്. നിങ്ങളില്ലെങ്കിൽ ഉറപ്പായിട്ടും, നിങ്ങളെ CM ആക്കിയില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും കോൺഗ്രസ് അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇതിന് മറുപടി ജനങ്ങൾ പറഞ്ഞിരിക്കും. ഒറ്റ സ്ഥലത്ത് ഒരു MLA ഇല്ലാതെ ജനങ്ങൾ തോപ്പിച്ചിരിക്കും. അതുപോലെ വി ഡി സതീശനെ CM ആക്കിയില്ലെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് UDFൻ്റെ കാര്യം കട്ടപ്പുകയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങ് രാജസ്ഥാനിൽ അനുഭവം ഓർമ്മയുണ്ടല്ലോ, അത് തന്നെയാണ് സംഭവിക്കാൻ വന്നത്. പിന്നെ വീടിക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ പൊതുനിരത്തിലിറങ്ങിയത്, പ്രതിഷേധം കാഴ്ചവെച്ചത്. അത്രമാത്രം ജനങ്ങൾ നിങ്ങളെ ആഗ്രഹിച്ചതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞതൊക്കെ അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാണെന്ന് ജനങ്ങൾക്കറിയാം. അരിഹാരം കഴിക്കുന്ന ജനങ്ങൾക്കറിയാം. ഹൈക്കമാൻഡ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാണെന്ന്. ഇനി ഇവിടെ കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടോക്കാം. ഇവിടെ ഞാൻ ഈ വാർത്ത ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ കെ സി വേണുഗോപാലിൻ്റെയും മുഖം അണ്ണാൻ ചപ്പിയ മാതിരി ഇരിക്കുന്നൊരു രീതിയാണ് ഞാൻ കണ്ടത്. അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് പോയ കെ സി വേണുഗോപാൽ ഇങ്ങോട്ട് വന്നത് തല കുനിച്ചാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനവികാരം, ഈ പറഞ്ഞിട്ടുള്ള ജനവികാരം നോക്കിയിട്ട് രാഹുൽ ഗാന്ധി വി ഡി സതീശനെ CM ആക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും അണ്ണാൻ ചാപ്പിയ മോന്തയുമായിട്ട് കെ സി വേണുഗോപാൽ പ്രതികരിക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടുപോക്കാം. കാരണം ഇത് ജനങ്ങൾ നൽകിയ വൻപിച്ച മാൻഡേറ്റാണ്, വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭരണകൂടം, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടാക്കാനാണ്. അതിനിടയിൽ നിർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു പഴങ്കഥയായി അവസാനിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്. പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. അതുകൊണ്ട് ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നിപ്പോൾ ഞങ്ങൾ നേതാക്കന്മാരായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിനനുസരിച്ച് വ്യക്തമായിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് എല്ലാവരും കൂടി ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ MSCയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. നല്ല ഒരു ചരിത്ര വിജയം. ഇത്രയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ, നിങ്ങൾ ആ സ്ഥാനം, നിങ്ങൾക്ക് അത് അവകാശപ്പെട്ടൊരു സ്ഥാനമല്ല. കാരണം കഴിഞ്ഞ 5 കൊല്ലം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചൊരു വ്യക്തി വി ഡി സതീശാണ്. എന്തിനു പറയുന്നത്, ഇലക്ഷന് സമയത്ത് പോലും നിങ്ങൾ നിങ്ങളെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് പോലും, ഒരു
പോസ്റ്റ് പോലും നിങ്ങൾ ഇട്ടിട്ടില്ല അല്ലേ? നേരെ മറിച്ച് വി ഡി സതീശൻ എന്നൊരു വ്യക്തി ഇലക്ഷൻ്റെ സമയത്തൊക്കെ പുള്ളി പ്രവർത്തിച്ച രീതി എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് സി എം കസേര നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അന്തസ്സോടുകൂടി ജനങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ച് ജയിച്ച് കയറുക. എന്നിട്ട് നിങ്ങൾ CM ആണ്, അതാണ് വേണ്ടത്. അല്ലാതെ വേറെ ഒരാൾ പണിയെടുത്ത് വെച്ചതിൻ്റെ കൂലി എടുത്തുകൊണ്ട് പോകുന്നതല്ല, അത് നല്ലൊരു കാര്യമല്ല, നല്ലൊരു കാര്യമായിട്ട് ജനങ്ങൾക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾ CM ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഔദാര്യം കൊണ്ട് CM ആയ ഒരു പേര് നിങ്ങൾക്ക് ഉണ്ടാവും അടുത്ത 5 കൊല്ലത്തേക്ക്. മനസ്സിലായോ? വെറും CM എന്ന് പറഞ്ഞിരിക്കാനേ പറ്റും. ജനങ്ങൾ അംഗീകരിക്കത്തില്ല. ജനങ്ങളുടെ മനസ്സിൽ അപ്പോഴും CM വി.ഡി. സതീശൻ തന്നെ ആയിരിക്കും. അന്തസ്സുണ്ടെങ്കിൽ ജനവികാരം, ജനങ്ങളുടെ അഭിപ്രായമാണ് മാനിക്കുന്നത്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങളെയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടിട്ടുള്ള ജനങ്ങളാണ്. അപ്പം ജനങ്ങളുടെ ആവശ്യം വി.ഡി. സതീശൻ എന്നൊരു വ്യക്തിയാണ് CM ആയിട്ട് അവർക്ക് ആവശ്യം. അപ്പോൾ അന്തസ്സും എളുപ്പമുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കുക. നിങ്ങളെ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ ഈ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ജനങ്ങൾ വെറുത്തുപോയി, അങ്ങേയറ്റം വെറുത്തുപോയി. ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യം ഞാൻ പിന്നെ പറയുന്നില്ല. പുള്ളിക്ക് ഇതിനകത്ത് റോളില്ല. ഇവിടെ കെ.സിക്കും അതുപോലെ വീഡിയും തമ്മിലുള്ളൊരു മത്സരമാണെങ്കിൽ ഇവിടെ രമേശ് ചെന്നിത്തല തഴഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും രമേശ് ചെന്നിത്തലയും കൂടെ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. കേരളത്തിലെ ജനങ്ങൾ ആഹ്ലാദഭരിതരുമാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങളുടെ 3 പേരുടെയും പേരുമായി ബന്ധപ്പെട്ട് ചില പ്രചരണങ്ങൾ നടന്നത്. അത് ആവേശഭരിതരായ ആളുകളോ അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളോ ഒക്കെ ഇങ്ങനെ ബോർഡുകൾ വെക്കുകയും ബാനറുകൾ കെട്ടുകയും ജാഥ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേതോടുകൂടി ഇതെല്ലാം അവസാനിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടാണ്. നേതാക്കന്മാരെ സ്നേഹിക്കാനും നേതാക്കന്മാരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതാണ് CK വേണുഗോപാൽ വി.ഡി. സതീശൻ ഇവിടെ പറഞ്ഞത്. പക്ഷേ ഇനി മുതൽ അത് ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊരു മോശമായ ചിത്രമുണ്ടാക്കാൻ വഴിതെളിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇന്നു മുതൽ വെച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തു മാറ്റുകയും അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങളോ ജാഥകളോ ഒന്നും നടത്താതിരിക്കുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കേണ്ട എല്ലാ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായം. എനിക്ക് പറയാനുള്ളത്, പുള്ളിക്ക് അവസരം കിട്ടിയ സമയത്ത് പുള്ളി അത് ഉപയോഗിക്കാതെ ഇപ്പം വന്നിരുന്ന് വേറെ ആരോ എടുത്തു വെച്ച ക്രെഡിറ്റ് മേടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടി നൈസായിട്ട് നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രതിപക്ഷ നേതാവായിട്ട് ഈ പറഞ്ഞിട്ടുള്ള രമേശ് ചെന്നിത്തല ഇരിക്കുന്ന സമയത്ത് പുള്ളി എന്ത് പ്രവർത്തനം ചെയ്ത് പുള്ളിയൊക്കെ അന്ന് നല്ലോണം ഇറങ്ങി പ്രവർത്തിച്ചായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും UDFിൻ്റെ കയ്യിൽ നിന്ന് അധികാരം പോത്തില്ലായിരുന്നു. 10 കൊല്ലം ഈ പറഞ്ഞിട്ടുള്ള പിണറായി സർക്കാരിന് ഈ പറഞ്ഞിട്ടുള്ള അധികാരം മേടിച്ചു കൊടുത്തത് ആരാണ്? ഇതുപോലുള്ള ടീംസുകളാണ്. ഇവരൊക്കെ ഈ ഒരു പ്രതിപക്ഷത്തിരുന്ന സമയത്ത് എന്ത് ചെയ്തു? ഒലക്കയുടെ മൂടി ചെയ്തു, ഒന്നും ചെയ്തില്ല. പക്ഷേ വി.ഡി. സതീശൻ അങ്ങനെയല്ല. വി.ഡി. സതീശൻ 5 കൊല്ലം കൊണ്ട് 2021 തൊട്ട് പുള്ളി ഈ സമയം വരെ പുള്ളി പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓരോ മിനിറ്റും ഓരോ സമയം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ്. ഓടി നടന്ന് മണ്ഡലങ്ങളിൽ കയറി വോട്ട് ചോദിച്ച് ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ്. ജനങ്ങൾ അയാളുടെ ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ്. വി.ഡി. സതീശൻ എന്നൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പലതും ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ വി.ഡി. സതീശനെ നേതാവായി കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാനിവിടെ ജനങ്ങളുടെ പ്രതികരണം കൂടെ ഒന്ന് വെച്ച് നോക്കാം. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ KC ആണ് മുഖ്യമന്ത്രി ആവാൻ പോകണമെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കേ. കാരണം 100 MLA-മാർ 102 MLA-മാരുണ്ട്. UDFിൻ്റെ മേലിൽ 102 MLA-മാർ കിട്ടിയിട്ടുണ്ട്. ഈ 102 MLA-മാരിൽ ഒരു മുഖ്യമന്ത്രിയാകാൻ യോഗ്യനില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടലല്ലോ അല്ലേ? പിന്നെ എന്തിനൊരു കേസ്? ഞാൻ ചോദിക്കട്ടെ, രാജസ്ഥാൻ അലാക്കാക്കിയതാരാ? ഇതേ കേസിയാണ്. എല്ലാ സ്ഥലത്തും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തേച്ചും ഭരണം കിട്ടിയപ്പോൾ ആ ഭരണം ഇല്ലാതാക്കിയത് കേസിയാണ്. ഈ കേസ് ഇവിടെ കൊണ്ടുവരുന്ന എന്തിൻ്റെ ആവശ്യത്തിനാ? ഞങ്ങളെല്ലാം ഇവിടെ ഒരു കെട്ടുറപ്പായിട്ട് UDF ആയിട്ട് നിൽക്കുന്ന ആളാ. അത് നിങ്ങൾ ഇല്ലാതാക്കാനാണ് ഈ കേസിനെ കൊണ്ടുവരുന്നതാണെങ്കിൽ കോൺഗ്രസ് ചത്ത് എന്ന് വിചാരിച്ചാൽ മതി. വേറെ നേതാവ് വേണ്ട, നേതാവ് വേണ്ടിടാം. വി.ഡി. സതീശന്റെ നേതാവ് ഓനെ തൻ്റെ ഉള്ളൂ ഉള്ള കാര്യം തുറന്നു പറയുന്ന സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഇപ്പോ പറക്കുന്ന ഒരു സംഭവം. ഇരിക്കൂർ സീറ്റിൽ ജയിക്കൂല, ഒരു സീറ്റിൽ പോയാലും സീനില്ല, തോറ്റിരിക്കും. അതെ, സതീശൻ തന്നെ മുഖ്യമന്ത്രി.
വേണുഗോപാലിന് ഇവിടെ വന്നാൽ ഓണ് തോപ്പിക്കും. അനൗൺസ്മെന്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് തോപ്പിക്കുമല്ല. വി ഡി സതീശന് ബദലാകാൻ വി ഡി സതീശനല്ലാത്ത വേറൊരാൾ ഇന്ന് കോൺഗ്രസിലില്ല. 5 കൊല്ലം കഷ്ടപ്പെട്ടിട്ടാണ് കോൺഗ്രസ് എണീപ്പിച്ചുകൊണ്ടത് അയാൾ. അപ്പോൾ അയാളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ മന്ത്രിയായിട്ട് നിൽക്കേണ്ടത്. പിന്നെ പോരാ വേറെ KC വേണുഗോപാലിന് ഇവിടെ വന്നാൽ ഉറക്കന്നെ പോയി ഇരിക്കേണ്ടി വരുമോ? ഒരൊറ്റ കുട്ടിയൊന്നും ജയിപ്പിക്കുകയും ചെയ്യില്ല. അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഓൺ തോപ്പിക്കും. സംശയമൊന്നുമില്ല കാര്യത്തിൽ. മൊത്തത്തിൽ കയറി പറയൂ. കണ്ടല്ലോ, ജനങ്ങളുടെ വികാരമാണിത്. ഇനി ഞാനൊരു കാര്യം പറട്ടെ. ഇപ്പം വി ഡി സതീശന് എതിരെയും അതുപോലെ KC വേണുഗോപാലിനെതിരെയൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ വി ഡിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ജനങ്ങൾ രംഗത്ത് വരുന്നത്. KC വേണുഗോപാലിനെ അനുകൂലിക്കാതെയാണ് ആളുകൾ പ്രതിഷേധം ചെയ്യുന്നത്. KC വേണ്ട, VD മതി എന്നുള്ളൊരു നിലപാടിലാണ്. ഇനി ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് പറയുന്നതൊന്നുമല്ല എന്നൊക്കെ പറയുന്ന ആളുകളോട്, സോഷ്യൽ മീഡിയയിൽ കടന്ന് പറഞ്ഞാലൊന്നും അതല്ല അംഗീകരിക്കപ്പെടുന്നതെന്ന് പറയുന്ന ആളുകളോട്, പിന്നെ സോഷ്യൽ മീഡിയ ജനങ്ങൾക്ക് ആകെ ഇവരുമായിട്ട് ജനങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതെ പിന്നെ ജനങ്ങളെ എവിടെയാണ് പറയേണ്ടത്? ജനങ്ങളുടെ വികാരങ്ങളും അഭിപ്രായങ്ങളും എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പോയി കഴിഞ്ഞാൽ സമ്മതിക്കുമോ? ഇല്ല, സമ്മതിക്കത്തില്ല. അപ്പം ജനങ്ങൾക്ക് ആകെയുള്ള അവരെ കാര്യങ്ങൾ പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അപ്പം സോഷ്യൽ മീഡിയ അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ എന്ത് പറയുന്നു അത് ഈ ജനങ്ങളെ കൂടെ നിന്ന് അത് അംഗീകരിച്ചില്ലെങ്കിൽ അതിന് തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി ലോഡിങ് VD സതീശൻ നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ